ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി പീര വെച്ചതാണ്. അതിനുവേണ്ടി ഒരു 1/2 കിലോ മത്തി മുഴുവനോടെയാണ് അത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചത്. പിന്നെ അതിന് അരപ്പിന് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾ പൊടി, ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ ആദ്യം ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വേറെ വേറെ ചതച്ച് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം തേങ്ങയും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ചതച്ചെടുക്കുന്നു. അതും ആദ്യം ചതച്ച് വെച്ചതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് മിക്സിയിൽ ഒതുക്കിയെടുത്താലും മതി. മിക്സിയിൽ ഒതുക്കുന്നതിൽ നല്ലതിങ്ങനെ ഒത്തിരി ഇത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലിട്ട് ചതച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടംപുളിയും ഉപ്പും കൂടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതൊഴിച്ച് കൊടുക്കണം. അതുകൂടി ഇട്ടൊന്ന് തിരുമ്മി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഇത് നമുക്ക് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം വേണം. നമ്മൾ ഉപ്പും കുടംപുളിയും കൂടെ കുറച്ച് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റും കൊണ്ട് മത്തി വെന്ത് കിട്ടും. മാക്സിമം പോയ ഒരു 15 മിനിറ്റും കൊണ്ട് നമ്മുടെ മത്തിക്കറി റെഡിയാകും. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളിത് വെന്ത് കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇങ്ങനെയൊന്ന് ചെയ്യാത്തവർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മത്തി വെന്ത് കഴിയുമ്പം പിന്നെ അത് ഇളക്കാൻ പാടില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മതി. ഇങ്ങനെ നമ്മൾ തുണി കൂട്ടിയെടുത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്, മത്തിപ്പീര. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ നന്ദി.